നമ്മുടെ മിസ്സസ് സാലി തോമസ് വന്നെനിക്ക് സ്വാഗതമൊക്കെ നൽകി. വളരെ സന്തോഷം. അതിനകത്തൊരു വാക്ക് ഉപയോഗിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നു. ഒന്ന് എന്നെ തന്നെ പേടിപ്പിച്ച് കളഞ്ഞത് എന്താണാവോ ഈ ആകാംക്ഷ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഞാനീ കഴിഞ്ഞ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ എവിടെ ചെന്നാലും ചോദിക്കുന്ന ചോദ്യമുണ്ട്, ബുക്ക് എഴുതിയോ, ബുക്ക് എവിടെ ആയി, ബുക്ക് എന്തിയേ, ഇങ്ങനെ സ്ഥിര ചോദ്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ മർത്തോറി സമാജം കൂടുന്ന സ്ഥലത്തൊന്നും ഞാൻ അധികം പോകാറില്ല. കാരണം ഈ ബുക്ക് എഴുതിയോ, ബുക്ക് എന്തിയേ, എവിടം വരെയായി എന്ന ചോദ്യം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ അധികം എങ്ങും പോകാറില്ല. പോകും, പക്ഷേ ഈ ചോദ്യം വരുന്നിടത്തൊക്കെ ഒളിച്ച് തെന്നി അങ്ങ് പോകും. അവിടെ കർത്താവ് അങ്ങനെ ആണല്ലോ, അവരവരെ എരുടെ കൂടെ തെന്നി അങ്ങ് പോയെന്നില്ലേ കർത്താവിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ വളരെ ഭംഗിയായി തെന്നി അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇത്രയും പെട്ടെന്ന് എഴുതി തരണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാലോ, ഒരു ജോലി അല്ല കയ്യിലുള്ളത്, പല ജോലികളുള്ളത് കൊണ്ട് ഈ സമയം വീതിച്ചെടുക്കാനായിട്ട് പലപ്പോഴും വലിയ പാടാണ്. അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എങ്കിലും ഞാൻ ഉദ്ദേശിച്ചൊരു സമയം എൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ ഉദ്ദേശിച്ച ആ സമയത്ത് നിങ്ങളുടെ ബുക്ക് നിങ്ങളുടെ കയ്യിലെത്തും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു അസൈൻമെൻറ്റ് ആണ്. രൂത്തിൻ്റെ പുസ്തകവും എസ്തേറിൻ്റെ പുസ്തകവും എന്ത് ചെയ്യണമെന്ന് അസൈൻമെൻറ്റ് നല്ലതുപോലെ വായിച്ച് സ്വന്തമായി നോട്ടെഴുതി പഠിക്കുക. പിന്നെ ആരോടെങ്കിലുമൊക്കെ സഹായം തേടിയും ഇൻ്റർപ്രിട്ടേഷൻസ് നോക്കിയൊക്കെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുക. വേദവിരുദ്ധമൊന്നും ഉണ്ടാക്കി വെക്കരുത്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അസൈൻമെൻ്റായിട്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങളതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ തിരിച്ച് പറയുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അധികം ആരും എന്നോട് ചോദിക്കുന്നില്ല ബുക്ക് എഴുതിയോ എന്നുള്ള കാര്യം. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ തിരുമേനി വേദോത്സവം വായിച്ചോ എന്ന് ചോദിക്കും, അതാകപ്പാടെ പ്രശ്നമാവും. അതുകൊണ്ട് ചോദിക്കാതെ ഇപ്പം കുറച്ച് ഞാൻ രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മുടെ മർത്തോറി സമാജത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനം അനുസരിച്ച് ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലെത്തണം. ആ ബുക്കിലെ കാര്യങ്ങൾ വായിച്ച് നിങ്ങൾ പഠിക്കണം, പഠിച്ച് പരീക്ഷ എഴുതണം, പരീക്ഷ എഴുതിയിട്ട് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്രമത്തിൻ്റെ ഭാഗമാണ്. ആ ക്രമത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒക്കെ നിങ്ങളെ സഹായിക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതിയായിരിക്കും. അതിന് ചില സമയങ്ങളൊക്കെ വേണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കൊള്ളട്ടെ. നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം ടുവേഴ്സ് ക്രൈസ്റ്റ് ഹു ഈസ് റെഡീമർ എന്നുള്ളതാണ്. അത് പഴയ നിയമത്തിൽ 2 പുസ്തകങ്ങൾ എടുത്തതുകൊണ്ടാണ് ആ വാക്ക് നമ്മളൊരു പ്രവചന രൂപത്തിൽ എടുത്തിരിക്കുന്നത്. ഒരു യാത്രയുടെ ആരംഭമാണ്. ടുവേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറലി വി സ്റ്റാർട്ട് ഫ്രം സംവെയർ എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അങ്ങോട്ട് യാത്ര ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ടുവേഴ്സ് ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക്, വീണ്ടെടുക്കുന്ന ക്രിസ്തുവിലേക്ക് എന്നുള്ള ടൈറ്റിൽ. ഈ വീണ്ടെടുക്കുന്ന എന്നുള്ള പദം എന്തുകൊണ്ടെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പദമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. അതുകൊണ്ടാണ് ആ പദം എടുത്തിരിക്കുന്നത്. രൂത്തിൻ്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ തീമും അതായിട്ട് തന്നെ എടുത്തത്. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ക്രിസ്ത്യാനികളായി മാറിയല്ലോ. രൂത്തിൻ്റെ പുസ്തകം എഴുതുന്ന കാലത്ത് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു പേരില്ലായിരുന്നു. യഹൂദന്മാരായിരുന്നു. പിന്നെ വേറെ പല ജാതികളും ഉണ്ടായിരുന്നു. അതിലൊരു ജാതിയുടെ പേരാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ തന്നെയുള്ള പേരാണ് മോവാബ്യർ എന്ന പേര്.
അങ്ങനെ യഹൂദജാതിയും മറ്റു പല ജാതികളുമായിരുന്നു. അപ്പോൾ യഹൂദജാതി മറ്റു പല ജാതികളുമായുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്നൊരു പദമായിരിക്കാം ഈ വീണ്ടെടുപ്പ് എന്ന പദം. ഈ വീണ്ടെടുപ്പ് എന്നതിന് ഗോയേൽ GOYEL ഗോയേൽ എന്ന ഒരു എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് രണ്ട് വേറെ അർത്ഥങ്ങൾ കൂടിയുണ്ട്. വീണ്ടെടുപ്പുകാരൻ എന്നത് കൂടാതെ ചാർച്ചക്കാരൻ എന്നൊരർത്ഥം കൂടിയുണ്ട്. ചാർച്ചക്കാരൻ. പിന്നെ മറ്റൊരർത്ഥമുള്ളത് പ്രതികാരകൻ, വൺ ഹൂ ടേക്ക് റിവെഞ്ച് എന്നുള്ള ഒരു പ്രതിരോധിക്കുന്നവൻ, റിയാക്ട് ചെയ്യുന്ന ആൾ, അങ്ങനെയുണ്ട്. പ്രതിരോധിക്കുന്ന ആളെന്ന് പറയത്തില്ലയോ, നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രതിരോധിക്കത്തില്ലയോ? അപ്പോൾ റിയാക്ട് ചെയ്യുന്ന ആളാണ്. ഒരു വിഷയം വരുമ്പോൾ അത് പോസിറ്റീവായിട്ടും എടുക്കാം. അതായത് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പം ആ വിഷയത്തോട് പെട്ടെന്ന് പ്രതിരോധിക്കാൻ നമുക്ക് സാധ്യമാകുമ്പോൾ നമുക്ക് പ്രതിരോധകരായി മാറും. അത് ഈ രണ്ട് കാര്യങ്ങളും പഴയ നിയമത്തിൽ തന്നെ ഉള്ളതാണ്. ചാർച്ചക്കാരൻ, പ്രതിരോധകൻ എന്ന രണ്ട് കാര്യം. മൂന്നാമത്തെ വാക്കാണ് റെഡീമർ, വീണ്ടെടുപ്പുകാരൻ. മൂന്നാമത്തെ വാക്കാണ് റെഡീമർ എന്നുള്ള പദം. അപ്പോൾ ഈ റെഡീമർ എന്ന പദമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്നത്. റെഡീമർ എന്ന പദമാണ്. പക്ഷേ നമ്മൾ രൂത്തിൻ്റെ പുസ്തകം മാത്രമല്ലല്ലോ നോക്കുന്നത്, അല്ലേ? വേറൊരു പുസ്തകമുണ്ടല്ലോ, അല്ലേ? അവിടെ വരുമ്പോൾ റെഡീമർ എന്നുള്ള പദം അങ്ങനെ കാണുന്നില്ല. എസ്തേറിൻ്റെ പുസ്തകത്തിലുള്ളത് വിമോചകൻ എന്നാണ്. വിമോചകൻ എന്ന ഒരു പദം കാണുന്നുണ്ട്. വൺ ഹു ലിബറേറ്റ്സ് എന്നാണ്. ലിബറേറ്റർ. ലിബറേഷൻ എന്ന് കേട്ടതാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇപ്പം അധികം അത് കേൾക്കുന്നില്ല. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുമ്പോഴേ, ഞാൻ പഠിപ്പിക്കുന്ന കാലത്തൊക്കെ ലിബറേഷൻ തിയോളജി എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്ന ഒരു പഠനശാഖ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ അധികം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ സെമിനാറിലൊന്നും പഠിപ്പിക്കാൻ അധികം പോകാത്തതുകൊണ്ട് എനിക്ക് അറിയാൻ മേല. ലിബറേഷൻ തിയോളജിയൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, അല്ലേ? ഉണ്ട്. പല തിയോളജികളുണ്ട്. ഓരോ വർഷം ചെല്ലുന്തോറും പുതിയ ഫോം ഓഫ് തിയോളജീസ് ഇങ്ങനെ ദൈവശാസ്ത്രങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അതിലൊരു തിയോളജിയാണ് ലിബറേഷൻ തിയോളജി. അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിനകത്ത് കാണുന്നത് വിമോചനം എന്നാണ്. റെഡീമർ എന്നുള്ളതല്ല, വിമോചകൻ എന്ന വാദമാണ്. പിന്നെ എസ്തേറിൻ്റെ പുസ്തകത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഈ ദൈവം എന്ന പദം അധികം ഉപയോഗിച്ചിട്ടില്ല. ഒരിടത്തും ഇല്ല എന്നാണ് തോന്നുന്നത്. ദൈവം എന്ന പദം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വിമോചനത്തെക്കുറിച്ച് വളരെ ശക്തമായി ഉണ്ട്. ദൈവം നടത്തിയിരിക്കുന്ന വിമോചനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. എസ്തേറിൻ്റെ പുസ്തകത്തിന് പ്രത്യേകത, ഇന്ത്യയുടെ പേര് അതിനകത്തുണ്ട്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇന്ത്യയുടെ പേരുമുണ്ട്. അതായത് പഴയകാല ഒരു കിങ്ഡമാണത്. അറേബ്യയും പിന്നെ എത്യോപ്യയും ഇന്ത്യയും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു കിങ്ഡം. ഷേബാല രാജ്ഞിയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഷേബാല രാജ്ഞി ശലോമിൻ്റെ അടുത്ത് പോയ കഥയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഷേബാല രാജ്ഞിയുടെ കഥ പറയുമ്പം ഷേബാല രാജ്ഞി കാണാൻ പോയ ശലോമോൻ ഇല്ലേ? അപ്പോൾ ഈ ശലോമോൻ്റെ കിങ്ഡത്തെക്കുറിച്ച് പറയുന്നത് ഇവിടുത്തെ പാരമ്പര്യമല്ല. ഞാൻ കുറച്ച് നാൾ എത്യോപ്യയിലുണ്ടായിരുന്നുണ്ട് പറയുന്നത്. അത് എത്യോപ്യ, അറേബ്യ, ഇന്ത്യ മുഴുവൻ ശലോമോൻ്റെ കീഴിലായിരുന്നുള്ളതാണ്. ജ്ഞാനിയായ ശലോമോൻ്റെ കീഴിലായിരുന്നാണ് പറയുന്നത്. അപ്പം ശലോമോൻ്റെ പിൻഗാമി മെൻലിക് എന്ന് പറയുന്ന ഒരാളുണ്ട്. മെൻലിക്ക് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ രേഖകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ എത്യോപ്യൻ പാരമ്പര്യത്തിൽ അവർ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ തമാശക്കാരോട് പറയാമായിരുന്നു, എങ്കിൽ പിന്നെ ഞാനും എത്യോപ്യനാണല്ലോ എന്ന്. കാരണം നമ്മൾ രണ്ടും ഒരു സമ്പ്രദായത്തിൻ്റെ വിവിധ വശങ്ങളാണെന്നുണ്ടെങ്കിൽ ഐ ആം ഓൾസോ എൻ എത്യോപ്യൻ എന്ന് അവരോട് തമാശയ്ക്ക് പറയാമായിരുന്നു. ഞാനവിടെ പഠിപ്പിക്കുന്ന കാലത്ത് അവരോട് പറയാമായിരുന്നു. ഞാൻ റോമിൽ പഠിക്കാൻ പോയ സമയത്ത്
ഞങ്ങളുടെ ക്ലാസ്സിലൊരു അധ്യാപകൻ വരുമായിരുന്നു പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസാണ് ഇരിക്കുന്നത് മുഴുവനും, ക്ലാസ്സിലിരിക്കുന്ന മുഴുവനും പല രാജ്യങ്ങളിലെ കുട്ടികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രീതി, ഓരോ ദിവസം വരുമ്പോഴും പിന്നെ ഓരോ രാജ്യത്തെ ഏതെങ്കിലും ഒരു കുട്ടിയോട് പറയും എഴുന്നേറ്റ് നിന്ന് അവരുടെ രാജ്യത്തെ പ്രാർത്ഥന നടത്താൻ, ഭാഷയിൽ പ്രാർത്ഥന നടത്താൻ പറയും. അപ്പോൾ ഒരിക്കൽ പുള്ളി കയറി വന്നപ്പോൾ എൻ്റെ മുഖമാണ് ആദ്യം കണ്ടത്. അപ്പം എൻ്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞ്, തൂ സൈ എത്യോപ്യാനോ പ്രേഗ ഇൻ എത്യോപ്യ, ഇങ്ങനെ പറഞ്ഞ്. ഇറ്റാലിയൻ ഭാഷയാണ്. ഇയാളെ കണ്ടാലൊരു എത്യോപ്യൻ ലുക്കുണ്ട്, എത്യോപ്യൻ ഭാഷയെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഒന്ന് ചമ്മി ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. ഒരു 4-5 മലയാളികളുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ, കത്തോലിക്ക സഭയിൽപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ. ഇവരെല്ലാവരും കൂടെ എൻ്റെ മുഖത്തോട്ട് നോക്കി ചിരിക്കാൻ തുടങ്ങി. കാരണം പ്രൊഫസർ എന്നെ കയറി എത്യോപ്യനെന്ന് വിളിച്ച് എന്നോട് എത്യോപ്യൻ ഭാഷയെ പ്രാർത്ഥിക്കാനും പറഞ്ഞു. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, പ്രൊഫസർക്ക് എത്യോപ്യൻ ഭാഷ അറിയത്തില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു, മലയാളവും അറിയത്തില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുത്താനൊന്നും പോയില്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന നടത്തി രക്ഷപ്പെട്ട ഒരു പഴയ സംഭവം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ് ചെയ്തത്. എന്തായാലും അങ്ങേരെ ഒരു പ്രയോജനം എങ്ങാണ്ടാണ് നടത്തിയെന്ന് തോന്നുന്നു. പഠിച്ചിറങ്ങി വന്ന ഉടനെ എന്നോട് സഭ പറഞ്ഞ് എത്തിപ്പോയി പോയി പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരു വേറൊരു വിഷയം കൂടി കിടപ്പുണ്ട്. റോമി പഠിച്ചിട്ട് അത് പിന്നെ ഇവരുടെ ഇടയിലോട്ടാണ് എത്തിപ്പോയി പഠിപ്പിച്ചിട്ട് ഞാൻ കോട്ടയത്തോട്ട് വന്നത്. അപ്പോൾ കോട്ടയത്ത് നാച്ചുറലി എത്യോപ്യ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കിടാവുന്ന പേരുകളുണ്ടല്ലോ, വേദോസ്തലുള്ള പേരുകൾക്കുണ്ടല്ലോ എത്യോപ്യക്കാരെ കുറിച്ച് പറയുന്നത്. അതൊക്കെ അവരിട്ട കഥയാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. അങ്ങനെയുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ സാമ്രാജ്യം വിസ്തൃതമാണ്. എസ്തേർ രാജ്ഞിയുടെ സാമ്രാജ്യം വിസ്തൃതമാണ്. ആ സാമ്രാജ്യത്തിലുള്ള തിന്മയിൽ നിന്നുള്ള വിടുതലാണ്, വീണ്ടെടുപ്പാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഒരു സാമ്രാജ്യത്തിൽ നിന്നുള്ള തിന്മയിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ടുവേഴ്സ് ക്രൈസ്റ്റ് ഹൂ ഈസ് എ റെഡീമർ എന്നുള്ള പദം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തലം ഈ പഴയ നിയമ പശ്ചാത്തലത്തിലാണ്. എന്നാൽ നമ്മളിപ്പം പുതിയ നിയമത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ റെഡീമർ എന്നുള്ള പദം അധികം കൂടെ ഉപയോഗിക്കാറില്ല. ഓഫ് കോഴ്സ് അത് തെറ്റല്ല, ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഊന്നൽ കൊടുക്കുന്ന വേറൊരു വാക്കിനാണ്. എന്തുവാ? രക്ഷകൻ എന്ന വാക്കാണ്. സേവിയർ, സാൽവത്തോറെ, സേവിയർ എന്ന പദത്തിനാണ് നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഊന്നൽ കൊടുക്കുക. യേശു എന്ന രക്ഷകൻ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ നിയമ പശ്ചാത്തലത്തിൽ രക്ഷകനായ ക്രിസ്തുവിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഞാൻ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിലേക്കെന്നാണല്ലോ നമ്മൾ പഴയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത്, ആ പഴയ നിയമത്തിൻ്റെ പ്രവചനം. എന്നാൽ ഒരു പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് വേണമെങ്കിൽ രക്ഷകനായ ക്രിസ്തുവിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ തീം എന്തുവാണ്? ടുവേഴ്സ് ക്രൈസ്റ്റ് ഹൂ ഈസ് റെഡീമർ എന്നുള്ളതാണ്. ആ തീമിൽ തന്നെ നിന്നാൽ മതി. ഞാൻ പറഞ്ഞത് പുതിയ നിയമത്തിൻ്റെ ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് വേണമെന്നെങ്കിൽ ക്രൈസ്റ്റ് ഹൂ ഈസ് എ സേവിയർ എന്നുള്ള ഇതിലാക്കുക. യേശു ക്രിസ്തു, രക്ഷകനായ ക്രിസ്തു എന്ന രീതിയിൽ നമുക്ക് ആ ടൈറ്റിൽ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നതല്ല, അങ്ങനെയാണ് നമ്മുടെ രീതി എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു കുടുംബത്തിൻ്റെ രക്ഷയായിട്ട് കാണിക്കുന്നത്. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ത്രീയുടെ രക്ഷയാണ് കാണിക്കുന്നത്. അത് രൂത്തിൻ്റെ രക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. നവോമി എന്ന് പറയുന്നൊരു കഥാപാത്രം അവിടെ ഉണ്ട്. രൂത്തിൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളുടെ പേരറിയാമല്ലേ? രൂത്തിൻ്റെ പുസ്തകത്തിലെ കഥാപാത്രങ്ങളൊക്കെ പേരറിയാമല്ലോ. ആരൊക്കെയാ? നവോമിയുടെ ഭർത്താവിൻ്റെ പേരെന്തുവാ? എലിമേലേക്ക്. മക്കളുടെ പേരെന്തുവാ? മഹ്ലോൻ, കില്യോൻ. പിന്നെ 2 സ്ത്രീകളുടെ പേര്, കൊച്ചു മരുമക്കളുടെ പേര് ഓർപ്പ, രൂത്ത്. ഇത്രയും പേര് ഉണ്ട് പ്രധാന കഥാപാത്രങ്ങളായിട്ട്, ആദ്യ കഥാപാത്രങ്ങൾ. പിന്നെ ആ കഥാപാത്രങ്ങളോട് ചേർന്നാണ് വേറൊരു മനുഷ്യൻ വരുന്നത്,
ആരാ? ബോവാസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് വരുന്നത്. ഇവിടുത്തെ വീണ്ടെടുപ്പുകാരൻ ബോവാസാണ്. ബോവാസാണ് വീണ്ടെടുപ്പുകാരൻ. ബോവാസ് എന്ന പദത്തിൻ്റെ അർത്ഥം ബലം എന്നാണ്, ശക്തി എന്നാണ്, സ്ട്രെങ്ത് എന്നുള്ള പദമാണ്. പവർ, സ്ട്രെങ്ത് എന്നുള്ളതാണ് ബോവാസ്. ബോവാസാണ് ഇവിടുത്തെ വീണ്ടെടുപ്പുകാരൻ. ആരെ രക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്? രൂത്തിനെ, രൂത്ത് വഴി നവോമിയെ, ആ കുടുംബത്തെ എന്ന് വേണമെങ്കിൽ പറയാം. അത് വെറും ഒരു രക്ഷയല്ല. നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ പോയി കഴിഞ്ഞാൽ അതൊരു ജാതിയുടെ മുഴുവൻ രക്ഷയ്ക്ക് തുടക്കമാവുകയാണ്. അതാണ് ടുവേഴ്സ് ക്രൈസ്റ്റ് ഹൂ ഈസ് റെഡീമർ എന്ന് നമ്മൾ പറയാൻ പ്രധാനപ്പെട്ട കാരണം. ഒരു ജാതിയുടെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമാവുകയാണ്. അപ്പോൾ ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ തുടങ്ങി ഒരു സമൂഹത്തിലേക്ക് മുഴുവൻ വ്യാപിക്കുന്ന കഥയാണ് രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നാം കാണുന്നത്. എന്നാൽ എസ്തേറിൻ്റെ പുസ്തകം വരുമ്പം ഇവിടെ വിമോചകൻ ഒരു പുരുഷനാണെങ്കിൽ, എസ്തേറിൻ്റെ പുസ്തകം വരുമ്പം ഒരു സ്ത്രീയാണ് വിമോചകയായി വരുന്നത്. ആ ആളിൻ്റെ പേരാണ് എന്തുവാ? എസ്തേർ. ഒരു സ്ത്രീയാണ്, രാജ്ഞി ആയി മാറുകയാണ്. രാജ്ഞിയായി മാറുന്ന ഒരു സ്ത്രീയാണ് വിമോചകയായി മാറുന്നത് എന്നുള്ളതാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. അവിടെ 2-3 കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാ? മൊർദെഖായി, ഹാമാൻ, വസ്തി. ഇത്രയൊക്കെ മതി. ബാക്കിയുള്ളത് പിന്നെ വേദപുസ്തകം നോക്കി വായിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇത്രയൊക്കെ അറിയാമല്ലോ. വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ അവിടെയുണ്ട്. എന്തായാലും അവിടുത്തെ പ്രധാന പ്രശ്നക്കാരനാരാ? എസ്തേറിൻ്റെ പുസ്തകത്തിലെ ഹാമാൻ. നല്ല മനുഷ്യനാരാ? മൊർദെഖായി. അപ്പോൾ ക്ലാസ് നിർത്താൻ വേണമെങ്കിൽ അല്ലേ? കൃത്യമായിട്ടെല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. ഹാമാൻ കഴിവരം ഉണ്ടാക്കി മൊർദെഖായിയെ കഴിവിലേറ്റാനാണ് നോക്കിയതല്ലേ? അവസാനം എന്തോ സംഭവിച്ചു? നമുക്ക് പറ്റുന്ന പോലെ തന്നെ സംഭവിച്ചു അല്ലേ? നമ്മളിങ്ങനെ പലരെയൊക്കെ കൊടുക്കാൻ വേണ്ടി ഓരോന്നുണ്ടാക്കി വെക്കും. അവസാനം എന്തോ സംഭവിക്കും? നമുക്കിട്ട് തന്നെ അത് തിരിഞ്ഞു കൊത്തും എന്ന് പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് ഹാമാനൊരു പണി കൃത്യമായിട്ട് കിട്ടിയ കഥയാണ് ഉള്ളത്. ഇല്ല, അങ്ങനല്ലേ പറയുന്നേ? മൊർദെഖായി എന്ന് പറയുന്ന ഒരു പുരുഷരക്ഷകൻ, എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റായി മാറുകയാണ്. ഒരു ദൂതയായി മാറുകയാണ്. ആര്? എസ്തേർ. ദൂതയായി മാറാൻ വന്ന എസ്തേർ രാജ്ഞിയായി പരിണമിക്കുന്ന, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വിമോചകയായി പരിണമിക്കുന്ന വലിയൊരു ചിത്രമാണ് നമുക്കിവിടെ കാണുന്നത്. ചുരുക്കത്തിൽ, ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കത്തിൽ ഈ 2 പുസ്തകങ്ങളിലും കാണുന്ന കാഴ്ച, പുതിയ നിയമത്തിൽ ക്രിസ്തു വന്ന് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു നൽകിയ രക്ഷയുടെ മുൻകുറിയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ടുവേഴ്സ് ക്രൈസ്റ്റ് ഹൂ ഈസ് റെഡീമർ എന്ന് പറഞ്ഞാൽ അർത്ഥം ബോവാസ് ഈസ് എ പ്രീഫിഗറേഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. അതിനകത്തൊരു മാസ്കുലിൻ ജെൻഡറാണ് ബോവാസ് എന്നുള്ളത്. എസ്തേർ became a prefiguration of Christ. അതാണ് ഇവിടെ കാണുന്നത്. പുരുഷനും സ്ത്രീയും രണ്ടുപേരും ഒരുപോലെ, ഒരു പുരുഷ വിമോചകൻ, ഒരു സ്ത്രീ വിമോചക. ഇവർ രണ്ടുപേരും റെപ്രസെൻറ്റിങ് ക്രൈസ്റ്റ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, സിംബലൈസിങ് ക്രൈസ്റ്റ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ യേശു ക്രിസ്തുവിനെ പ്രതീകാത്മകമായി ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് തന്നെ സൂചിപ്പിക്കുന്ന 2 നാമങ്ങളാണ് ബോവാസ്, കൂടെ രൂത്തിൻ്റെ കൂട്ടത്തിൽ നവോമി, പിന്നെ എസ്തേറിൻ്റെ പുസ്തകം വരുമ്പോൾ മൊർദെഖായി, എസ്തേർ, ഹാമാനല്ല, ഹാമാൻ എതിർ സൈഡിൽ നിൽക്കുന്ന ആളാണ്. ഇവരെല്ലാം യേശു ക്രിസ്തുവിനെ വളരെ ഭംഗിയായി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ്. ഇനി ശത്രുക്കൾ ആരാണ്?
രൂത്തിൻ്റെ പുസ്തകത്തിൽ ശത്രുക്കളുണ്ടോ? രൂത്തിൻ്റെ പുസ്തകത്തിൽ അങ്ങനെ കാര്യമായ ശത്രുക്കളില്ല. പക്ഷേ 2 മരുമക്കളിൽ ഒരാൾ കഴുത്ത് തിരിച്ച് ഓടുന്ന ആളാണ്. എന്താ? സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ തന്ത്രശാലിയാണ്. ആരത്? ഓർപ്പയ്ക്ക് രൂത്തിൻ്റെ സ്വഭാവമല്ല. ഓർപ്പ ഒരു ഉമ്മയും കൊടുത്തിട്ട് കഴുത്തങ്ങ് തിരിച്ചു ഇല്ലേ? ഞാൻ നമ്മുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ പിന്നെ അവിടുത്തെ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ പറയായിരുന്നു, ഇവിടെ പപ്പായാണ് തല, മമ്മിയാണ് കഴുത്ത് തിരിക്കുന്നിടത്തോട്ടേ തല പോത്തോള്. കുട്ടി പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത്. കൊച്ചു കുഞ്ഞാ. പപ്പായാണ് തല, മമ്മിയാണ് കഴുത്ത് തിരിക്കുന്നിടത്തോട്ടേ തല പോവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇത് തല പോയോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ മേല. ഓർപ്പ കഴുത്ത് തിരിച്ചൊരു പോക്കങ്ങ് പോയി. അമ്മായിയമ്മയെ കളഞ്ഞിട്ട് കഴുത്ത് തിരിച്ച് ഒരു പോക്ക് പോയി. അതേസമയം രൂത്തോ 2:16 വായിക്കണം. വിമോചന ക്രൈസ്റ്റ് ഹു ഈസ് ദ റെഡീമർ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആപ്തവാക്യം അവിടെയാണ് തുടങ്ങുന്നത്. അതൊരു നാഴികക്കല്ലാണ്. 2:16 എന്തുവാ? നിന്നെ വിട്ടുപോകാൻ എന്നോട് പറയരുത്. പിന്നെന്തുവാ? നീ പോകുന്നിടത്ത് ഞാനും പോകും. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം. മരണത്തിനല്ലാതെ വേറെ ഒന്നിനും നിന്നെ എന്നിൽ നിന്ന് വേർതിരിക്കാനായിട്ട് ഒക്കുകയില്ല. ഈ കഥ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരുടെയും പശ്ചാത്തലം നോക്കണം. നവോമി ഒരു യഹൂദ സ്ത്രീയാണ്. എലീമേലേക്കും യഹൂദനാണ്. യഹൂദയിൽ ഇസ്രായേലിൽ ക്ഷാമം ഉണ്ടായപ്പം ഒരു ആവർത്തന പുസ്തകം 21-22 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ കിട്ടും. 17 മുതൽ വായിച്ചാൽ കിട്ടും. ഈ മോവാബ്യര് ഒരു ശത്രുക്കളാണ് യഹൂദന്മാരുടെ. കാരണം എന്താ? മോവാബ്യർ പറയുന്നത് ലോത്തിൻ്റെ പിൻഗാമികളെന്നാണ്. ലോത്തിൻ്റെ സംഭവം നിങ്ങൾക്കറിയാമല്ലോ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം മുതൽ അങ്ങോട്ട് വായിച്ചാൽ കിട്ടും. എന്തുവാ ലോത്തിൻ്റെ സംഭവം? ലോത്തിന് 2 പെൺമക്കളുണ്ടായി. അവർ ചെയ്ത ചില പരിപാടികളെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ടല്ലോ അല്ലേ? അതിൽ അതായത് അനാവശ്യമായ രീതിയിൽ ഉണ്ടായ സന്തതി പരമ്പരകളിലെ ഒരാളാണ് ആര്? മോവാബ്. ആ മോവാബിൻ്റെ പിൻഗാമികളാണ് മോവാബ്യർ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പം നാച്ചുറലി ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞതനുസരിച്ച് യഹൂദന്മാർക്ക് മോവാബ്യരോട് അടുക്കാനായിട്ട് അനുവാദം ഇല്ല. അത് ഈ റാബിമാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷാമമായാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞോണം, എന്നാലും മോവാബിൻ്റെ അടുത്തേക്ക് പോകരുത്. നമ്മുടെ ഈ യാക്കോബായ സഹോദരങ്ങളൊക്കെ ഇപ്പം നമ്മളെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ. എന്തുവാ? കത്തോലിക്ക പള്ളി പോയാലും ഓർത്തഡോക്സ് പള്ളി പോകരുത് ഇതൊക്കെ പറയത്തില്ലയോ? അത്രയ്ക്ക് വൈരാഗ്യമാണ്, അത്രയ്ക്ക് ശത്രുതയാണ്. ക്ഷാമമായാലും എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചിരുന്നോണം, ഉപവസിച്ചിരുന്നോണം വേണമെങ്കിൽ. അതല്ലാതെ മോവാബിൻ്റെ അടുത്തേക്ക് പോകരുത്. ചുരുക്കത്തിൽ ഈ കൽപ്പന ലംഘിച്ച ആളാണ് ആര്? എലീമേലേക്ക്. അപ്പോൾ എലീമേലേക്ക് അവരുടെ മതാചാരപ്രകാരം ഒരു അവിശ്വസ്തനാണ്, ഒരു ഫെയ്ത്ത്ലെസ് പേഴ്സണാണ് എലീമേലേക്ക്. ഫെയ്ത്ത് ഇല്ലാത്ത ആളാണ്. പക്ഷെ കൂടെയുള്ള നവോമി അത്യാവശ്യം വിശ്വാസം ഉള്ള ആളാണ്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ബോവാസിൻ്റെ കാര്യം പറയുമ്പോൾ ബോവാസ് ഇവർ 2 പേരോടുള്ള ബന്ധം എടുത്തു കാണിക്കുന്നുണ്ട്. കാരണം ബോവാസ് ഒന്നിനെ കൊല്ലണം, മറ്റേതിനെ ജീവിപ്പിക്കണം. എന്തിനാണ് കൊല്ലേണ്ടത്? വിശ്വാസമില്ലായ്മയെ കൊല്ലണം. അത് വിശ്വാസത്തെ ജീവിപ്പിക്കണം. അതാണ് എലീമേലേക്കും ബോവാസും. എലീമേലേക്ക് ശരീരപ്രകാരം മരിച്ചുപോയി. നവോമി ജീവനോടെ പിന്നീട് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ക്ലിയറാണ്. പരിശുദ്ധ കന്യാമറിയാമ്മയെക്കുറിച്ചും നമ്മൾ ഇത് കുർബാന തക്സായിൽ പറയുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. രക്ഷയെക്കുറിച്ച് പറയുമ്പോഴേ മറിയാമെന്ന വരണ്ട ഭൂമിയിൽ നിന്ന്
മുളച്ചു വളർന്ന സസ്യം എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അച്ഛനറിയാം. നിങ്ങളത് സാധാരണ കേൾക്കാറില്ല, കാരണം അത് രഹസ്യത്തിൽ പരിശുദ്ധ മദ്വാഹയിൽ ചൊല്ലുന്നതാണത് ഈ തുയ്യോബോ സമയത്ത്. എന്നാൽ അതിന് തത്തുല്യമായ വേറെ പദങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ ആരാധനാക്രമത്തിൽ. മറിയാമെന്ന വരണ്ട ഭൂമി. മറിയാമിനെ നമ്മളെങ്ങനെ കാണുന്നേ? കന്യ മറിയാമിനെ നമ്മളെങ്ങനെ കാണുന്നത്? ഞാനിന്ന് രാവിലെ അവിടെ ഹോളിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ കന്യ മറിയാമിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്തുവാ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, മറന്നുപോയോ? ഹലോ, ഹോളിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോഴേ ഉദ്ഘാടനം പറഞ്ഞപ്പോൾ കന്യ മറിയാമിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. എന്തോ എന്ന് പറഞ്ഞാൽ യുണീക്ക്നെസ്, അതുല്യത. കന്യ മറിയാമിനൊരു യുണീക്ക്നെസ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് യുണീക്ക്നെസ്? ദ വിർജിൻ, ദ മദർ. ഇത് രണ്ടും കന്യ മറിയാമിന് മാത്രമുള്ളതാണ്. ദ വിർജിൻ, ദ മദർ. അത് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുകിൽ വിർജിൻ ആയിരിക്കും, അല്ലെങ്കിൽ മദറായിരിക്കും. പക്ഷേ കന്യ മറിയാമിനെ സംബന്ധിച്ച് ദ വിർജിൻ, ദ മദർ. ദ വിർജിൻ മദർ. ഈ രണ്ട് പരസ്പരം ചേരാത്തതായ രണ്ട് വാക്കുകൾ ഒരാളിൽ ചേർന്ന് നിൽക്കുന്നതാണ് കന്യ മറിയാം. ഒരാളെ ഒന്നുകിൽ വിർജിൻ എന്ന് വിളിക്കാം, കന്യക എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കാം. അതല്ലാതെ കന്യക അമ്മ എന്ന് വിളിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഫിലിപ്പ് തറേറച്ചനെ കന്യക അപ്പ എന്ന് വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിക്കാറില്ല. അത് രണ്ടും കോൺട്രഡിക്ടറിയാണ്. ഇത് രണ്ടും കോൺട്രഡിക്ടറിയാണ്. അപ്പോൾ ഈ കോൺട്രഡിക്ടറി ആയ രണ്ട് വാക്കുകൾ ഒരു വ്യക്തിത്വത്തിൽ സമന്വയിക്കുകയാണ് പരിശുദ്ധ കന്യ മറിയാമമ്മ. അപ്പം മറിയാമെന്ന വരണ്ട ഭൂമി എന്ന് പറയുമ്പോൾ നാച്ചുറലി എന്താണ് അതിൻ്റെ അർത്ഥം? മറിയാമെന്ന വരണ്ട ഭൂമി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സിംബലൈസിങ് എലിമെലേക്ക് എന്ന് വേണേൽ പറയാം. ഇവിടെ നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ അനുസരണം കെട്ട ആള് എന്ന് വേണേൽ പറയാം. പാപിയായ മനുഷ്യൻ, വിശ്വസ്തനല്ലാത്തവൻ. വരണ്ട ഭൂമിയുടെ പ്രത്യേകത എന്തുവാ? വരണ്ട ഭൂമിയുടെ പ്രത്യേകത എന്തുവാ? വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ പിന്നെ എന്തോ ഇല്ല? ജീവനുമില്ല. വെള്ളമില്ലെങ്കിൽ ജീവനുമില്ല. വെള്ളമില്ലാതെ ജീവനില്ലാതെ വളരെ ഭാരനായി, നമ്മുടെ മലയാള ഭാഷയെ പറഞ്ഞാൽ മച്ചിയായി ഇങ്ങനെ നടക്കുന്ന ഒരു ഭൂമിയാണ് വരണ്ട നിലം. അങ്ങനെ ഒരു നിലത്തോടാണ് വിശുദ്ധ കുർബാനയിൽ ആരെ ഉപയോഗിച്ചിരിക്കുന്നത്? പരിശുദ്ധ കന്യ മറിയാമിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അതേ സമയം തന്നെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കന്യകയെക്കുറിച്ച് എന്താ പറയുന്നത്? എന്താ? വിശുദ്ധരിൽ വിശുദ്ധ, മനുഷ്യാവതാരം ചെയ്ത കർത്താവിൻ്റെ അമ്മ, കന്യക. സോ അവിടെ നമ്മൾ കാണുന്നൊരു കാഴ്ച എന്തുവാണ്? ഈ വരണ്ട നിലത്തിൽ നിന്ന് ഒരു ട്രാൻസ്ഫറാണ്, ഒരു ട്രാൻസിഷനാണ്. വരണ്ട നിലത്തിൽ നിന്ന് ട്രാൻസിഷൻ എവിടേക്ക്? കന്യകാത്വത്തിലേക്ക്, മാതൃത്വത്തിലേക്ക്. പരിശുദ്ധ കന്യ മറിയാമമ്മയിൽ വരണ്ട നിലത്തിൽ നിന്ന് കന്യകാത്വത്തിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. സെയിം തിങ് ഹാപ്പൻസ് ഇൻ ബോവാസ്. എലീമേലേക്കിൽ നിന്നും നവോമിയിലേക്കും രൂത്തിലേക്കുമുള്ള ഒരു മാറ്റം നടക്കുന്നുണ്ട്. സോ ബോവാസ് ഹിയർ റെപ്രസെൻറ്റ്സ് ബോത്ത് എലീമേലേക്ക് ആൻഡ് അറ്റ് ദ സെയിം ടൈം നവോമി ആൻഡ് രൂത്ത്. നവോമിയും രൂത്തും വിശ്വസ്തരുടെ അടയാളങ്ങളാണ്, വിശ്വാസത്തിൻ്റെ അടയാളങ്ങളാണ്, ദൈവഭയത്തിൻ്റെ അടയാളങ്ങളാണ്, ദൈവത്തോടുള്ള അനുസരണയുടെ അടയാളങ്ങളാണ്. എലീമേലേക്ക് അനുസരണമില്ലായ്മയുടെയും വിശ്വസ്തത ഇല്ലായ്മയുടെ അടയാളമാണ്. ഈ രണ്ട് അടയാളങ്ങളെയും ഒരുമിച്ചൊരു വ്യക്തിത്വത്തിൽ സമന്വയിച്ച് അവിശ്വസ്തതയെ പ്യൂരിഫൈ ചെയ്യുന്നു, സാങ്ക്ടിഫൈ ചെയ്യുന്നു. നമുക്കൊക്കെ ആ ഒരു മാറ്റം വേണ്ടേ? വേണോ വേണ്ടയോ? രൂത്തിൻ്റെ പുസ്തകവും എസ്തേറിൻ്റെ പുസ്തകവും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമകാലത്ത് ഒരാളെക്കുറിച്ച് പറയുന്നത് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടെന്നൊക്കെയാണ്. എസ്തേറിനെ കുറിച്ച് പറയുന്നത് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് BC, 4 നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട്. രൂത്തിനെ കുറിച്ച് പറയുന്നത് അങ്ങ് ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിലാണ്. അത് 1300 1400 BC എന്നൊക്കെ പറയുന്നു, പക്ഷേ വ്യക്തതയില്ല. 4-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്, പക്ഷേ പഴയ സംഭവമാണെന്ന് പറയുന്ന ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ പഴയ
സംഭവമാണ്. അപ്പോൾ ഈ രണ്ട് പേരുടെയും കഥ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നും സത്യം പറഞ്ഞാലില്ല. എന്തിനാണ് അവരുടെ കഥ പറയുന്നത്? എന്തിനാണ് അവരുടെ കഥ പറയുന്നത്? രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും കഥ മർത്തമറിയ സമാജത്തിൽ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ത്? അതാണ് ഒരു ചോദ്യം. എന്താ കാരണം? യേശുക്രിസ്തുവിലേക്ക് രക്ഷ വന്നു എന്ന് പറഞ്ഞ് റാങ്ക് നേടി 1ാം റാങ്ക് കിട്ടി. അതിനു വേണ്ടിയാണോ? അല്ല. എന്താ? നാം വിമോചന പ്രക്രിയയിൽ, രക്ഷാപദ്ധതിയിൽ കൃത്യമായി പങ്കുചേരണം. അതാ കാരണം. അതിനു വേണ്ടിയാണ്. പ്രത്യേകിച്ച് വനിതകളെന്ന നിലയ്ക്ക് രക്ഷാപദ്ധതിയിൽ പങ്കുചേരണം. സത്യത്തിൽ രൂത്തൊരു മോവാബ്യ സ്ത്രീയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, യഹൂദന്മാരുടെ ബെത്ത ശത്രുവാണ്. മകളോനും കില്യോനും പോയി അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഇവിടെ ചെന്ന് ചാടി മോവാബ്യരായ 2 സ്ത്രീകളെയാണ് കല്യാണം കഴിച്ചത്. ചിലപ്പോൾ അതിന് ശിക്ഷയായിരിക്കാം എല്ലാം എന്തു ചെയ്തത്. കാരണം ഈ പഴയ നിയമപ്രകാരം ഈ ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താമസം പിന്നെ എന്തുവാ, ചില പണി കൃത്യമായിട്ട് കൊടുക്കും. പുതിയ നിയമം വന്നപ്പോഴാണ് ദൈവം സ്നേഹമാകുന്നുവെന്ന ആ കൺസെപ്റ്റ് തന്നെ കൂടുതൽ ഉറപ്പിച്ച് നമ്മളൊക്കെ കുറച്ചുകൂടെ പാപമൊക്കെ ചെയ്തു തുടങ്ങിയത്. പഴയ കാലത്ത് അങ്ങനെയല്ല. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ പിന്നാലെ ഉണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ഇപ്പോൾ പറയാറുണ്ട്, പണ്ടൊക്കെ എന്തുവാ അതിന് ഒരു ഫ്രേസ് ഉണ്ടല്ലോ, പണ്ടൊക്കെ പിന്നെ ഇപ്പം ഇപ്പം കൂടെ. നിങ്ങൾക്കെല്ലാം അറിയാം കേട്ടോ. ഇതെല്ലാം അറിയാം. പഴയ നിയമത്തിലെ ചില ചിന്തകളൊക്കെ നമ്മളിങ്ങനെ വളരെ ഭംഗിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊണ്ട് നടക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, there should be a transition in our life. നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകണം. മോവാബ്യ സ്ത്രീ എന്തൊരു ഭാഗ്യവതിയാണ് നാം ആലോചിക്കണം. നമ്മൾ വിചാരിക്കും ഭർത്താവ് മരിച്ചുപോയി, ദൈവം ശപിച്ചു എന്നൊക്കെ. സത്യത്തിൽ ശാപം കിട്ടിയത് മകളോനും കില്യോനുമാണ്. അവൾക്ക് രക്ഷയാണ് കിട്ടിയത്. അവളൊരു വിശ്വസ്തയായി മാറി. അതായത് തെറ്റുള്ള ഒരു കൂട്ടത്തിൽ നിന്നും, ലോത്തിൻ്റെ വംശത്തിൽ നിന്നും വിമോചനത്തിൻ്റെ ഒരു പാതയിലേക്ക് അവൾ അമ്മായി അമ്മയോടൊപ്പം തിരിഞ്ഞു വരുമ്പോൾ അവൾ രക്ഷയ്ക്ക് പാത്രമായി മാറുകയാണ്. വംശാവലി അറിയാലോ, വേദപുസ്തകത്തിലെ വംശാവലി, പുതിയ നിയമത്തിലെ വംശാവലി. പുതിയ നിയമത്തിൽ വംശാവലി ഇല്ലേ? എവിടെയാണ് കിടക്കുന്നത്? മത്തായി 1:2. പിന്നെ എവിടെ ഉണ്ട്? മത്തായി 1 മാത്രമല്ല, സുവിശേഷത്തിൽ ലൂക്കോസ് 4 3 4 നോക്കിക്കോ. എന്തായാലും അവിടെ ഉണ്ട്, വംശാവലി കിടപ്പുണ്ട്. അതിൽ മത്തായിയുടെ വംശാവലിക്കകത്ത് ഈ മോവാബി സ്ത്രീ കയറി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇല്ലേ? ഇത്രയും യഹൂദ സ്ത്രീമാരുണ്ടായിരുന്നിട്ട് ഈ ഒരു മോവാബി സ്ത്രീക്കാണ് അവിടെ സ്ഥാനം വംശാവലിക്കകത്ത് കിട്ടിയത്. ബോവാസിനും രൂത്തിനും ഒക്കെയാണ് എവിടെ സ്ഥാനം കിട്ടിയിരിക്കുന്നത്? കർത്താവിൻ്റെ വംശാവലിയിൽ. നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു വിഷയമാണ്. നിങ്ങൾ വനിതാ സമാജക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ കർത്താവിൻ്റെ വംശാവലിയിൽ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ നല്ലൊരു സ്ത്രീയായിട്ട് കാണുന്നത്. ഏത് സ്ത്രീയാ? കന്യമറിയ അമ്മ ഇല്ലേ? ബാക്കിയുള്ള സ്ത്രീകൾ, പേര് പറയുന്ന സ്ത്രീകളൊക്കെ എന്തുവാ? ആരാ? താമാറും രാഹാബും ഒക്കെ അല്ലേ പേര് പറയുന്നത്? അല്ലേ? ഇവരുടെ പേരാ പറയുന്നത്. പക്ഷെ അവരെല്ലാം ഒരു വിശുദ്ധീകരണ പ്രക്രിയയിലൂടെ, കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയയിൽ പങ്കാളികളായി, രക്ഷാപദ്ധതിയിൽ പങ്കാളികളായി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ മദേഴ്സ് ഇൻ ദ ചർച്ച്, സഭയിലെ അമ്മമാരെന്ന നിലയ്ക്ക് യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന രക്ഷാകര പദ്ധതിയിൽ നാം എന്ത് വേണം?
സജീവമായി പങ്കാളികളാകണം, പരോക്ഷമായിട്ടല്ല. ഇവിടെ രൂത്ത് പ്രവേശിച്ചതുപോലെ, എസ്തേർ പോയതുപോലെ, രൂത്തും എസ്തേറും ഒക്കെ പോയതുപോലെ സജീവരായി പങ്കാളികളാകാൻ നമുക്ക് ഇടയാകണം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് വേദപുസ്തകം എടുത്തുകൊണ്ട് പ്രസംഗിക്കാനൊന്നും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ആധ്യാത്മികത ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു വേദപുസ്തകം എടുത്ത് ഒറ്റ ഇറങ്ങും, പിന്നെ വൈകിട്ട് വീട്ടിൽ കയറി വരുവുള്ളൂ. അതങ്ങ് പോക്കാണ്. എന്തിനാ പോന്നേ? പ്രാർത്ഥനയ്ക്കാണ് പോകുന്നത്. വീട്ടിലൊരു വല്യപ്പൻ കിടക്കുന്നതിന് തിരിഞ്ഞു നോക്കിയല്ല. എന്നിട്ട് പറയും ഞാൻ രക്ഷാകര പദ്ധതിയിൽ പങ്കാളികളാകാൻ പോയതാന്ന്. അങ്ങനെയൊക്കെ പറയുന്നവരില്ലേ? ഇവിടെ മർത്തപറി സമയത്തിലില്ല. ഞാൻ പറഞ്ഞ് പൊതുവേ കാണുന്ന ചില കാഴ്ചകളാണ്. ഞാനെൻ്റെ വാക്കുകൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകേണ്ടതുണ്ട്. ഞാനവിടെ അധികം ബുക്കിനകത്തൂടെ ഇതെല്ലാം എഴുതി വരും. അപ്പം നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തന്നത് മാത്രമേ ഉള്ളൂ. രൂത്ത് became an active participant in the salvific activities of our Lord Jesus Christ. Esther became കുറച്ചുകൂടെ ഹൈ പൊസിഷനിൽ a liberator, a redeemer, a redemptress. And these two ladies, women, they helped us to walk towards Christ, who is the real Savior. ഈ രണ്ട് സ്ത്രീകളും നമ്മളെ കർത്താവിൻ്റെ അടുത്തേക്ക്, യഥാർത്ഥ രക്ഷിതാവായ കർത്താവിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് വനിതകളാണ്. ഇപ്പോൾ പുരുഷന്മാരുടെ മാത്രം ആധിപത്യമല്ല ഈ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു റോളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വേദപുസ്തകത്തിൽ സത്യത്തിൽ ഈ രണ്ട് പുസ്തകങ്ങളും എടുത്തു വച്ചിരിക്കുന്നത്. രണ്ട് പുസ്തകങ്ങളിലും പ്രധാനപ്പെട്ട കഥാതന്ത്വം അതുതന്നെയാണ്. യു ഹാവ് ഗോട്ട് എ റിയൽ റോൾ. നിങ്ങൾക്കൊരു റോളുണ്ട്. ആ റോള് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ഒരുക്കുന്ന രക്ഷാ പദ്ധതിയിൽ സജീവമായി പങ്കാളികളാവുക. നമ്മുടെ പാരമ്പര്യത്തിൽ സത്യത്തിൽ ഈ വൈദികർ മാത്രമാണ് ഒരു പുരുഷന്മാരായിട്ടുള്ളത്. എന്നാൽ ആരാധനാ പാരമ്പര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യവും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. നമ്മുടെ മറ വലിക്കുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എവിടുന്നോ അങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ നിൽക്കുന്ന എവിടാ? എവിടാ നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ആദ്യം ക്രിസ്തുവിനെ ദർശിക്കാനുള്ള അനുവാദം തരുന്നത് താഴെ നിൽക്കുന്ന വിശ്വാസികളിൽ നിങ്ങൾക്കാണ്, ഇല്ലേ? നിങ്ങൾക്കാണ് കൂടുതൽ പദവി നൽകിയിരിക്കുന്നത്. ആദ്യം സുവിശേഷം പറഞ്ഞതാര്? മഗ്ദലക്കാരത്തിയോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്, ഇല്ലേ? പഴയ നിയമത്തിൽ വ്യക്തമായ രീതിയിൽ വിമോചന പ്രക്രിയയിൽ പങ്കെടുത്ത രണ്ട് വനിതകളാണ് രൂത്തും എസ്തേറും. അവരോട് ചേർന്ന് നവോമി എന്ന് പറയുന്ന ആളും. രൂത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിലെ വലിയ സഹായിയായിരുന്നു ആര്? നവോമി. നിങ്ങളുടെ വീട്ടിൽ മരുമക്കളൊക്കെ ഉണ്ടോ? എങ്ങനെ രണ്ടുപേരോട് ചേർന്നാണോ രക്ഷാകര പദ്ധതി? അതോ രണ്ടടുപ്പിലാണോ? രണ്ടുപേരോട് ചേർന്നാണോ രക്ഷാകര പദ്ധതി, അതോ രണ്ടടുപ്പിലാണോ? തിരുമേനി ഫിലിപ്താറച്ചൻ ഉത്തരം കണ്ടെത്തി. ഇപ്പം അടുപ്പില്ല. ഇപ്പം എന്തു വച്ചാ? ഗ്യാസല്ല, ഇപ്പം വേറെ സാധനമാണ്. എന്ത്? ഇൻഡക്ഷൻ കുക്കറും അല്ല, അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഓൺലൈൻ. വെരി ഗുഡ്, മിടുക്കി. എനിക്ക് നല്ല മറുപടി തന്നു. നല്ലൊരു സമ്മാനം ഞാൻ ലാസ്റ്റ് ദിവസം തരാം കേട്ടോ. ഇപ്പം ഓൺലൈനാണ്, ഓർഡറാണ്. അച്ഛൻ പേര് പറഞ്ഞിട്ടോ, ഞാനത് കാരണം തപ്പുമായിരുന്നു. സ്വിഗ്ഗി എന്നോ ടൊമാറ്റോ എന്നോ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ.
എനിക്കറിയാൻ മേല, കൃത്യമായിട്ട് പറയുന്നുണ്ട്. സംഗതി സൊമാറ്റോയോ ഏതെന്തൊക്കെയാണ്. ചുരുക്കത്തിൽ രക്ഷാകര പദ്ധതി പോകുന്ന വഴി കണ്ടോ നമ്മുടെ കാലഘട്ടത്തിൽ? നമ്മുടെ കാലഘട്ടത്തിൽ രക്ഷാകര പദ്ധതി മാറുകയാണ് അല്ലേ? വിവാഹം കഴിച്ച് വരുന്ന, ഞാൻ ഇച്ചിരി നമ്മുടെ ഇന്നത്തെ പ്രായോഗികതയോട് പറയണമല്ലോ, ബാക്കി തിയോളജി അടക്കം നിർത്തിയാൻ, വിവാഹം കഴിച്ച് വരുന്ന പെൺകുട്ടിയെ ആദ്യ ദിവസം തന്നെ രണ്ടുപേരെയും കൂടെ ഹോട്ടലിലേക്ക് മാറ്റുന്ന ഭവനങ്ങളുടെ എണ്ണം കൂടുകയാണ്. രണ്ടുപേരെയും കൂടെ ഹോട്ടലിലേക്ക് മാറ്റുന്ന ഭവനങ്ങളുടെ എണ്ണം കൂടുകയാണ്. ശ്രദ്ധിക്കാറുണ്ടോ? വൈകിട്ടെങ്ങാണ് വീട്ടിൽ പിള്ളേരൊന്ന് കാണാമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അപ്പോൾ കേൾക്കാം, ഓൾറെഡി ദേ മൂവ് ടു എ ഹോട്ടൽ. രണ്ടുപേരും ഹോട്ടലിൽ പോയി. അവിടെ ഇനി ഒരാഴ്ചത്തെ വാസം എവിടെയാ? ഹോട്ടലിലാ. ഒരാഴ്ച കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് പോയി ഇല്ലേ? ഈ അമ്മയ്ക്കൊന്ന് നേരിട്ട് കാണാൻ പോലും പറ്റാത്ത, കാരണം കണ്ടു കഴിഞ്ഞാൽ രക്ഷാകര പദ്ധതി പൊളിഞ്ഞ് പാളിഷായി പോവും. അതുകൊണ്ടാണ് രക്ഷാകര പദ്ധതി കയ്യോടെ പൊളിഞ്ഞു പോവും. അതാണ് പ്രധാനപ്പെട്ട കാരണമായിട്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തിരിച്ചു വരവ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഓർപ്പയാകാൻ വേണമെങ്കിൽ ആയിക്കൂടെ? ആകാം. ഹാമാനാകാം, വേണമെങ്കിലാകാം ഇല്ലേ? ഓർപ്പയാകാം, ഹാമാനാകാം, മോവാബിയരാകാം, ആരെങ്കിലുമൊക്കെ ആകാം. മഹളോനാകാം, കില്യോനാകാം, എലീമേലേക്കാകാം, മൊർദെഖായി ആകാം, ശീമോനാകാം, ഇങ്ങനെ പലതും ആകാം. മക്തൽക്കാരത്തി മറിയാവാം. പക്ഷേ ഒരു കാര്യം നാം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ആത്യന്തിക ലക്ഷ്യം വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിൽ ഞാനും കാണണം, നിങ്ങളും കാണണം. എസ്തേറിന് വേണമെങ്കിൽ തൻ്റെ സ്വന്തം കുടുംബകാര്യം വളരെ ഭംഗിയായിട്ട് നോക്കാമായിരുന്നു. ഒരു റിസ്ക് ഏറ്റെടുത്താണ് എസ്തേർ മൊർദെഖായിയുടെ സ്വാധീനത്തിൽ രാജാവിൻ്റെ മണവറയിലേക്ക് പോയത്. വലിയ റിസ്ക്കാണത്, വലിയ റിസ്ക്. പക്ഷേ ദൈവജനത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തൻ്റെ സ്വന്തം റിസ്ക് എല്ലാം എടുത്ത് മാറ്റിക്കളഞ്ഞിട്ട് കയറിപ്പോകുന്ന എസ്തേറിനെയാണ് നാം കാണുന്നത്. രൂത്തിനേക്കാൾ ശക്തിയാണ് ആർക്കുള്ളത്? എസ്തേറിനുള്ളത്. മാനസിക ശക്തി. എസ്തേറിൻ്റെ പുസ്തകത്തിൽ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ശക്തിയുള്ളവൾ, തീരുമാനമുള്ളവൾ, ആത്മധൈര്യമുള്ളവൾ, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ വ്യാഖ്യാനങ്ങളിലുണ്ട്. ആത്മധൈര്യമുള്ളവൾ, ശക്തിയുള്ളവൾ, തീരുമാന ശക്തിയുള്ളവർ, വഴുവഴുപ്പില്ലാത്തവൾ. വഴുവഴുപ്പെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഒന്ന് പറയും, പിന്നെ വേറൊന്ന് പറയും. അങ്ങനെ പറയുന്നവരെ പറയുന്ന പേരാണ് അല്ലെങ്കിൽ അപ്പുറേ നിൽക്കും ഇപ്പുറേ നിൽക്കും എന്ന് പറയുന്നവരെ. അങ്ങനെ ഇല്ലാത്തവൾ എന്നൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ എസ്തേറിനെ കുറിച്ചുള്ള കൃത്യമായ വ്യാഖ്യാനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ക്ലാസ് ഒന്നും അധികം കേൾക്കണ്ട. നിങ്ങൾ കേൾക്കേണ്ടത് എന്താണ്? ഒരു അനുഭവമാണ്, ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്താണ്? I, as the mother in the church, will participate actively in the salvific activities of our Lord Jesus Christ. യേശു തമ്പുരാൻ്റെ രക്ഷാകര പദ്ധതിയിൽ മലങ്കര സഭയിലെ ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ സജീവ പങ്കാളി ആകുമല്ല, സജീവ പങ്കാളി ആകുന്നു എന്ന് ഉറപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകണം. പിന്നെ തെറ്റിക്കരുത്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെന്നായിരിക്കും. ഒന്നുകൂടെ പറയുകയാണ്. യേശുക്രിസ്തു ഒരുക്കിയ രക്ഷാകര പദ്ധതിയിൽ സഭയിലെ ഒരമ്മ എന്ന നിലയ്ക്ക് ഞാൻ സജീവ പങ്കാളി ആകുന്നു. തീരുമാനമെടുത്തോ? ഹലോ തീരുമാനം എടുത്തോ? പറ. എടുത്തു. ഇതൊരു വലിയ പ്രധാന പള്ളിയാണ്. ഇവിടെ വെച്ച് തീരുമാനം എടുത്താൽ വളരെ സൂക്ഷിച്ചു വേണം. കാരണം ഇത് കുറിയാക്കോസ് സഹദായുടെയും മൂർത്തി യുലുത്തിയുടെയും
പള്ളിയാണ്. തല പോയ യോഹന്നാൻ മാർത്തോമായുടെ കബർ, ത്രോണോസ് ഇവിടെയുണ്ട്. പരിമല തിരുമേനയുടെ ത്രോണോസ് ഇവിടെയുണ്ട്. പാമ്പാടി തിരുമേനയുടെ കബർ ഇവിടെ ഉണ്ട്. മലങ്കര സഭയിലെ വീരശൂര പരാക്രമിയായിരുന്ന പാറാട്ട തിരുമേനയുടെ കബർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുമ്പം എന്ത് വേണം? എസ്തേറിനെ പോലെ അതൊരു തീരുമാനമായിരിക്കണം, ശക്തിയുള്ളതായിരിക്കണം. ഡോണ്ട് ബി ഫ്ലെക്സിബിൾ. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഫ്ലെക്സിബിൾ ആകരുത്. നിങ്ങൾ ഫ്ലെക്സിബിൾ ആകുകയില്ല എന്ന എൻ്റെ ഉറപ്പാണ് മുന്നോട്ടുള്ള എൻ്റെ ഗമനത്തിനും കാരണമാകുന്നത് എന്നുള്ളത് സ്നേഹപൂർവ്വം ഞാൻ പറയട്ടെ. ഇത്രയും പേര് ഒരു നല്ല തീരുമാനമെടുത്താൽ ഞാൻ രൂത്തിനെ പോലെയും ഞാൻ എസ്തേറിനെ പോലെയും രക്ഷകനായ ക്രിസ്തുവിങ്കിലേക്ക് മനോഹരമായി യാത്ര ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കും എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ അതാകുന്നു എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലീഡേഴ്സ് ട്രെയിനിങ് ക്യാമ്പ് ഈസ് സക്സസ്ഫുൾ. God bless you all. Thank you.